ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പോർക്ക് വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വെറുതെ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നേരിയൊരു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ഒരു 5-10 മിനിറ്റ് നേരം വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പോളം ഇട്ടിട്ടുണ്ട്. വെള്ളം ചൂടാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എടുക്കുവാണേ. അപ്പോൾ ഞാൻ ആ ചൂടും വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഈ മീറ്റ് ഇടുക കേട്ടോ. നേരിയ ചൂടുവെള്ളമാണ്. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള അഴുക്കൊക്കെ അത് മീതയിൽ അടിഞ്ഞ് കൂടിക്കോളും. ഇതാ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോഴേ വെള്ളത്തിൻ്റെ നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആകുമ്പോൾ ഞാനൊന്ന് മൂടി വയ്ക്കുവാണേ. ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇതൊരു 10 മിനിറ്റ് അല്ല കേട്ടോ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞേ. അപ്പോൾ അതാ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയതുണ്ടോ, കണ്ടോ. 2 വട്ടം കഴുകിയതാ നോർമൽ വാട്ടറിൽ. എന്നിട്ടാണ് പിന്നെ ഞാനിത് ഉപ്പിട്ടിട്ട് നേരിയ ചൂടുവെള്ളത്തിലിട്ടത്. അപ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് തേച്ചൊരച്ച് കഴുകിയിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വെള്ളമൊന്ന് വാർന്നോട്ടെ കേട്ടോ. ഞാൻ സാമാന്യം ഒരുവിധം വലിയൊരു ചട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കായിരുന്നു. അതിൻ്റെ അകത്തിട്ട് മാന്തി അത് പിള്ളേരുണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തിട്ട് ഇതാക്കി അതിൻ്റെ ഉള്ളിലുള്ള സാധനമൊക്കെ പോയി. ഇപ്പം ഞാൻ അതിനകത്തേക്ക് ഇപ്പോൾ ഞാനൊന്ന് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോർക്ക് ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോവാം കേട്ടോ. ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് സിമ്മിലാക്കി വെക്കുകയാണേ. സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പം ഇത് ഉരുകി ഇതിൻ്റെ ആ എണ്ണയൊക്കെ നെയ്യൊക്കെ പുറത്തേക്ക് വരണം. അതുവരെ ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 5-10 മിനിറ്റ് എടുക്കും കേട്ടോ. ഇത് ആ നെയ്യൊക്കെ ഒന്ന് ഉരുകി പുറത്തേക്ക് വരാനായിട്ട്. അതുവരെ നമുക്ക് ഇതിങ്ങനെ അടപ്പത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതാ ഇപ്പം 1.5 കിലോ ആയിരുന്നു കേട്ടോ പോർക്കുണ്ടായിരുന്നത്. പോർക്കിറച്ചി വാങ്ങിച്ചത്. അത് അതിൻ്റെ നെയ്യൊക്കെ കണ്ടോ ഉരുകി. ഇനി നമുക്ക് ഈ എണ്ണ എടുത്ത് മാറ്റി വയ്ക്കണം. ഒരു 10-25 മിനിറ്റോളം എടുത്തു കേട്ടോ. ഞാൻ സിമ്മിലാണ് ഇട്ട് വെച്ചിരുന്നത്. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഇതേ മീറ്റ് മാത്രമായി. ബാക്കിയൊക്കെ ഒരു 95% ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഈ എണ്ണ മാറ്റുവാണേ വേറെ പാത്രത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഇത് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ അതേ ഇത്ര എണ്ണയുണ്ട് കേട്ടോ. ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുവാണ്. ഞാൻ ഇത് പോർക്കിൻ്റെ ഇത് ഞാൻ വേറെ ഒരു ഡിഷിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ എണ്ണ മാറ്റിയിട്ട് സെയിം ചട്ടിക്കകത്ത് തന്നെ ഇട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ പഞ്ചസാര ആട്ടോ ഇടുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു അര ഇഞ്ചിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയാണ് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. അതിനുശേഷം ജാതിപത്രിയാണ് കേട്ടോ, ഒരു 2 എണ്ണത്തിൻ്റെ ചെറുത്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലവർ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 എണ്ണം ചെറുതായതുകൊണ്ട് കേട്ടോ ഞാൻ 2-3 എണ്ണം ഇട്ടത്. ഒരു 3-4 ഗ്രാമ്പു, ഒരു 1 ടീസ്പൂണോളം ഈ കുരുമുളക് കേട്ടോ. പിന്നെ ഒരു 2 ബേ ലീഫ് രണ്ടായിട്ട് കീറിയിട്ടിരിക്കുകയാണേ. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഞാനൊരു 3-4 കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കൊരു 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് കേട്ടോ. ഇനി ഇടാൻ പോകുന്നത് ഇതേ ഓയസ്റ്റർ സോസ് എന്ന് പറയും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇനി ഇടാൻ പോകുന്നത്.
ഇതാ അതൊരു ടീസ്പൂൺ. പിന്നെ ഇടുന്നത് ഒരു തണ്ട് സ്പ്രിംഗ് ഒണിയനാട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ വിനെഗറാട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഇടാനുള്ളതിന് ഞാൻ ഉപ്പിട്ടിട്ടില്ല, ബാക്കി മസാലാസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാനിതൊരു 2-3 വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുക്കറിലേക്ക് മാറ്റുവാണേ. ഞാനിത് കുക്കറിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു ചെറിയ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് മൂടി വെച്ചൊരു 2 വിസിൽ, 3 വിസിൽ കേൾക്കണേ. ഒരു 6 കുഞ്ഞു ഉരുളക്കിഴങ്ങ് കേട്ടോ. അതൊന്ന് കഴുകി പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചൊക്കെ ഒന്ന് തുടച്ച് വെച്ചേക്കുവാണ് കേട്ടോ. നമുക്ക് നേരത്തെ മറ്റേ പോർക്ക് ഒന്ന് ഊറ്റി മാറ്റി വെച്ച എണ്ണയുണ്ടല്ലോ, അതിനകത്തേക്ക് ഞാൻ ആ പൊട്ടറ്റോ ഇട്ട് ഒന്ന് വറുക്കാൻ പോവാണേ. എണ്ണ തെറിക്കുമെന്ന് മേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പാത്രത്തിലേക്കാണ് ഇടുന്നത്. എനിക്ക് എണ്ണ തെറിക്കുമോ എന്നൊരു പേര്. ഞാനിതെല്ലാം ഒന്ന് ഇട്ടോട്ടെ കേട്ടോ. ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എടുക്കും കേട്ടോ എണ്ണയിൽ നിന്ന്. ഞാൻ മാറ്റി വേറെ പാത്രത്തിലേക്ക് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് തുറക്കാം കേട്ടോ. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആ ഇപ്പം പൊരിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അതൊന്ന് ചതച്ചിട്ട് ഇടാൻ പോവാണേ. ഇതാ ഉണ്ടോ, ഇതുപോലെ ഞാനതെല്ലാം ഒന്ന് ചതക്കട്ടെ കേട്ടോ. അതെല്ലാം ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ പോകാം കേട്ടോ. ഞാൻ നേരിയ തീയിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയായിട്ട് വരുന്ന 1/2 ടീസ്പൂണോളം കുരുമുളക്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. കറി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇത് ഒരു ഗ്രേവി കുറഞ്ഞിട്ടുള്ളതാണത്, റോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഞാനിതൊന്ന് ഒരു ഡിഷിലേക്ക് സെർവ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാനങ്ങനെ പോർക്ക് റോസ്റ്റ് ആട്ടോ ഇത്. ഞാനതങ്ങനെ ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിക്കാത്തവരുണ്ട് കേട്ടോ, ഞാൻ കഴിക്കുന്നവരോട് കൂടിയാണ് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.